ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിലെ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നാണ്. ഓക്കെ, ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ അല്ലേ 8th സ്റ്റാൻഡേർഡിൽ ഇതേ പേരിലൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ബേസിക്കായിട്ട് എന്തെല്ലാം മെഷർമെൻറ്റ്സ് ആണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ഈ മെഷർമെൻറ്റ് എന്ന് പറയുന്നൊരു ടേം അല്ലേ, അളക്കുക അല്ലെങ്കിൽ അളവുകൾ, നമ്മുടെ യൂണിവേഴ്സിൽ പ്രപഞ്ചത്തിൽ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റികൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊരു ക്വാണ്ടിറ്റി ആണെങ്കിലും ഇഫ് ഇറ്റ് ക്യാൻ ബി മെഷേർഡ്, ആ ക്വാണ്ടിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേര് ഇറ്റ് ഈസ് കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നാണ് പറയുക. ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ വാട്ട് യു മീൻ ബൈ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനി ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഈസ് കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ആ മെഷർ ചെയ്യുന്നത് ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആവാം. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് മെഷർ ചെയ്യാവുന്ന ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നാണ് പറയുക. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ഹൈറ്റ് അല്ലേ, നിങ്ങളുടെ വെയ്റ്റ്, നിങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനത്തിൻ്റെ വേഗത, ഇതൊക്കെ ഓരോ ക്വാണ്ടിറ്റികളാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾക്ക് ഇപ്പോൾ ലെങ്ത്ത് എന്ന് പറയുന്നതും വേഗത എന്ന് പറയുന്നതും സ്പീഡ്, നിങ്ങൾക്കൊരു ബോഡിയുടെ ലെങ്ത്ത് അല്ലേ, ഇപ്പം നിങ്ങളുടെ ഡെസ്കിൻ്റെ നീളം അല്ലെങ്കിൽ ബെഞ്ചിൻ്റെ നീളം, ഈ ചോക്കിൻ്റെ നീളം, ഇത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാം. അതേ ടൈമിൽ ഒരു വാഹനത്തിൻ്റെ വേഗത നമുക്ക് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ വാഹനം സഞ്ചരിച്ച ദൂരം അറിയണം, ആ സഞ്ചരിക്കാനെടുത്ത ടൈം അറിയണം. അപ്പോൾ ചില ക്വാണ്ടിറ്റികൾ നമുക്ക് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാം. ക്യാൻ മെഷർ ഡയറക്റ്റ്ലി. നോക്കൂ, നമ്മളെ ഫിസിക്കൽ ക്വാണ്ടിറ്റികളിൽ ചില ക്വാണ്ടിറ്റികളെ വി ക്യാൻ മെഷർ ഡയറക്റ്റ്ലി. അതേ ടൈമിൽ മറ്റു ചില ക്വാണ്ടിറ്റികളെ കനോട്ട് മെഷർ, കാൺട്ട് മെഷർ ഡയറക്റ്റ്ലി. ഓക്കെ, അതായത് ചില ക്വാണ്ടിറ്റികളെ നമുക്ക് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാം, ചില ക്വാണ്ടിറ്റികളെ ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ക്ലാസിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ തരം തിരിക്കുക. ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദേ ആർ കോൾഡ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. ഓക്കെ, അതേ ടൈമിൽ വി കനോട്ട് മെഷർ ഇറ്റ് ഡയറക്റ്റ്ലി. നമുക്ക് നേരിട്ട് അളക്കാൻ പറ്റാത്ത അളവുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇപ്പോൾ മാഷ് എന്തൊക്കെ പറഞ്ഞു? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. നേരിട്ടോ അല്ലാതെയോ അളക്കാൻ പറ്റുന്ന ഏതൊരു അളവിനെയും നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയും. ക്ലിയർ? ഇനി നേരിട്ട് അളക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റികളെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. എന്താണ് വിളിക്കുക? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. The physical quantity that can be measured directly are called as fundamental quantity. The physical quantity that can be measured only by the help of fundamental quantity. അതായത് നമ്മുടെ ഈ രണ്ടാമത്തെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യണമെങ്കിൽ ആരുടെ ഹെൽപ്പ് വേണം? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ ഹെൽപ്പ് വേണം. അങ്ങനെയുള്ള ക്വാണ്ടിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്യാൻ യു ഗിവ് മോർ എക്സാമ്പിൾ ഫോർ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിക്ക് കൂടുതൽ എക്സാമ്പിൾ
ഏതൊക്കെ പറയാം അല്ലേ? ലെങ്ത് പറഞ്ഞു, ടൈം നമുക്ക് നേരിട്ട് അളന്നൂടെ? ഓക്കെ, മാസ്, ടെമ്പറേച്ചർ, ഇങ്ങനെ നമുക്ക് 7 ബേസിക് ആയിട്ടൊരു 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ വരുന്നുണ്ട്. നമുക്കതിലേക്ക് വരാം. ഡിറൈവ്ഡ് എന്ന് പറയുമ്പോഴോ നമുക്ക് നേരിട്ട് അളക്കാൻ പറ്റില്ല. ആദ്യം എന്ത് ചെയ്യണം? അതിന് കണക്റ്റഡ് ആയിട്ടുള്ള ചില ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ ഉണ്ടായിരിക്കും. അതിന് അളന്ന് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഈ ക്വാണ്ടിറ്റീസ് കിട്ടൂ. ഫോർ എക്സാമ്പിൾ സ്പീഡ് അല്ലേ? അവിടെ ആദ്യം നമുക്ക് ലെങ്ത് അറിയണം, ടൈം അറിയണം. ഫോർ എക്സാമ്പിൾ വോളിയം, ഒരു കണ്ടെയ്നറിൻ്റെ വോളിയം എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ വോളിയം അറിയണമെങ്കിൽ ലെങ്ത് അറിയണം, ബ്രെഡ്ത്ത് അറിയണം, തിക്നെസ് അറിയണം അല്ലേ? ഡെൻസിറ്റി, ആ ബോഡിയുടെ മാസ് അറിയണം, വോളിയം അറിയണം. ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റികൾ നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എക്സാമിന് ഈ ഒരു സെക്ഷനിൽ ചോദിക്കുക ചിലപ്പോൾ ഓഡ് വൺ കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിലാണ്. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. കുറേ ക്വാണ്ടിറ്റികൾ തരും, എന്നിട്ട് അതിൽ നിന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നയാളെ കണ്ടുപിടിക്കുക. ആ ഒറ്റയ്ക്ക് നിൽക്കുന്നത് എന്തായിരിക്കും? ചിലപ്പോൾ ഒരുപാട് ഡിറൈവ്ഡിൻ്റെ കൂടെ ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ കൂടെ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി വരും. അപ്പോൾ അങ്ങനെയുള്ള ക്വാണ്ടിറ്റികൾ ഏതാണെന്ന് പിക്ക് ഔട്ട് ചെയ്യണം. ക്ലിയർ ആയോ? അപ്പോൾ എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ നമ്മൾ ഇതിൻ്റെ പിന്നാലെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ അത് നോക്കുക കേട്ടോ, കൂടുതൽ വർക്കൗട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോട്ട്സ് എഴുതിയെടുക്കൂ. ഓക്കെ, മാഷ് പറഞ്ഞത് ക്ലിയർ ആയോ? നമുക്ക് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു ചോദ്യം ചെയ്യണമെങ്കിൽ കുറേ ക്വാണ്ടിറ്റികൾ തന്നിട്ട് അതിലേതാണ് ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ഏതാണ് ഡിറൈവ്ഡ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളാണുള്ളത്. ആ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ ഏതാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതല്ലാത്ത മറ്റേത് ക്വാണ്ടിറ്റികളും ഏതായിരിക്കും? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് നമുക്ക് പറയാം. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. Fundamental quantities. There are 7 fundamental quantities. Okay, ആ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ എന്ന് പറയുന്നത്, ഒന്ന് ലെങ്ത്, 2 മാസ്, 3 ടൈം, 4 ടെമ്പറേച്ചർ, 5 electric current, സിക്സ്ത് വൺ നമ്മൾ ലൂമിനോസ് ഇൻറ്റൻസിറ്റി എന്ന് പറയും. ലൂമിനസ് ഇൻറ്റൻസിറ്റി ആൻഡ് സെവൻത് വൺ amount of substance. Okay, these are 7 fundamental quantities. ഏതൊക്കെയാണ്? What are the fundamental quantities? Length, mass, time, temperature, electric current, luminous intensity, amount of substance. അപ്പോൾ ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളിൽ വരാത്ത ഏത് ക്വാണ്ടിറ്റികളും എന്തായിരിക്കും? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ പഠിച്ചു വയ്ക്കുക കേട്ടോ. ദീസ് ഓൾ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി മെഷർഡ് ഡയറക്റ്റ്ലി. ഇനി ഓരോ ക്വാണ്ടിറ്റികൾ അളക്കാനും അതിൻ്റേതായ ഒരു റെഫറൻസ് സ്റ്റാൻഡേർഡ് വേണം അല്ലേ? ഇപ്പം നമ്മൾ നീളം അളക്കുമ്പോൾ പഴയ കാലങ്ങളിൽ നമ്മളൊരു മുഴക്കോല് എന്ന് പറയുന്നൊരു സാധനം ഉപയോഗിക്കും അല്ലേ? ഒരു കോല്. ആ കോല് എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അത്രയാണ് അതിൻ്റെ അളവ്. അപ്പം അങ്ങനെ ഏറ്റവും ബേസിക് ആയിട്ട് ഓരോ ക്വാണ്ടിറ്റിക്കും ഒരു റെഫറൻസ് സ്റ്റാൻഡേർഡ് നമ്മൾ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. ആ റെഫറൻസ് സ്റ്റാൻഡേർഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഇറ്റ് ഈസ് കോൾഡ് യൂണിറ്റ്സ്. ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്കും അതിൻ്റേതായ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ വാട്ട് യു മീൻ ബൈ യൂണിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ദ റെഫറൻസ് സ്റ്റാൻഡേർഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമ്മൾ ഏത് ക്വാണ്ടിറ്റിയാണോ അളക്കുന്നത് ആ ക്വാണ്ടിറ്റിയുടെ അതേ ക്യാരക്ടർ വരുന്ന ഒരു ഏകകം എന്ന് പറയാം, റെഫറൻസ് സ്റ്റാൻഡേർഡ്. അതിനെയാണ് എന്ത് പറയുക? യൂണിറ്റ്. അപ്പോൾ നോക്കൂ, നേരത്തെ നമ്മൾ 2 ടൈപ്പ് ക്വാണ്ടിറ്റികൾ പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ യൂണിറ്റുകളും 2 ടൈപ്പ് വരുന്നുണ്ട്. ക്ലിയർ? എന്തൊക്കെയായിരിക്കും? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്നാണ് പറയുക. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്സിനെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയും. ഇതിന് നമ്മൾ വേറൊരു പേരും കൂടെ പറയാറുണ്ട്, ബേസ് യൂണിറ്റ്സ്. ബേസ് യൂണിറ്റ്സ്. ഓക്കെ, ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഓർ ബേസ് യൂണിറ്റ്. ഇനി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികൾ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളെ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്നാണ് പറയുക. ഓക്കെ, വി ഹാവ് 2 types of units. What are they? Fundamental units and derived units. ഇതൊക്കെ നമുക്ക് ഈ മെഷർമെൻറ്റുകളിൽ വരുന്ന ചില കാര്യങ്ങളാണ്. ഓരോന്നിനും ഓരോ യൂണിറ്റുകളുണ്ട്. ആ രീതിയിലാണ് നമ്മൾ അത് അളക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇങ്ങനെ യൂണിറ്റുകൾ ഉപയോഗിച്ച് അളന്നെടുക്കണമെങ്കിൽ ക്ലിയർ, നമുക്ക് ഓരോ രീതിയിലാണ് ആ യൂണിറ്റുകളെ ഉപയോഗിക്കുന്നത്. ആ സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ ആ മെത്തേഡുകൾ അല്ലെങ്കിൽ ആ രീതികൾ, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ there are different system of units. ഇപ്പോൾ ഫ്രഞ്ച് സിസ്റ്റത്തിൽ ഒരു രീതിയിലാണ് നമ്മുടെ മെഷർമെൻറ്റ് നടത്തുന്നത്. അതുപോലെയല്ല ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ, അതുപോലെയല്ല വേറൊരു സ്ഥലത്ത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് യൂണിഫൈ ചെയ്യാൻ നമ്മൾ വേറൊരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ ഓരോ സിസ്റ്റങ്ങളും നമുക്ക് പഠിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്താണെന്ന് പറയാം. ഓക്കെ, ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അവിടെ ഒരുപാട് ഡിഫറെൻ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അതിൽ ആദ്യത്തേത് ഫസ്റ്റ് വൺ CGS സിസ്റ്റം. CGS സിസ്റ്റം ഇതൊരു ഫ്രഞ്ച് സിസ്റ്റം ഓഫ് യൂണിറ്റുകളാണ്. അതിൽ വരുന്നത് 3 ബേസിക് ക്വാണ്ടിറ്റികളും അതിൻ്റെ യൂണിറ്റുമാണ് ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ ഓർത്ത് വയ്ക്കാൻ ഈ ഓരോ ലെറ്ററുകൾ കാണിക്കുന്നത് 3 ബേസിക് ക്വാണ്ടിറ്റികളുടെ യൂണിറ്റിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്നത് 3 ബേസിക് ക്വാണ്ടിറ്റികൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെങ്ത്, മാസ്, ടൈം. ഓക്കെ, ഈ 3 ക്വാണ്ടിറ്റികളുടെ യൂണിറ്റാണ് ഈ ലെറ്റേഴ്സ് കൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ നോക്കൂ, ലെങ്ത്തിൻ്റെ ഏത് യൂണിറ്റ് ആയിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ടാവുക? CL തുടങ്ങുന്നത് അല്ലേ, അതായത് സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്റർ. അപ്പോൾ ലെങ്ത്തിനെ CGS സിസ്റ്റം ഓഫ് യൂണിറ്റിൽ മെഷർ ചെയ്യുന്നത് ഏത് യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ്? സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന യൂണിറ്റാണ്. ദെൻ മാസ്, കിലോഗ്രാം. നോ, കിലോഗ്രാം ആണോ? ജി ഏതാണ്? ഗ്രാം. ഓക്കെ, അപ്പോൾ ഗ്രാം. അതുകൊണ്ടാണ് നമ്മൾ G എന്ന് കാണിച്ചുള്ളത്. അടുത്ത ലെറ്റർ G എന്ന് കാണിച്ചുള്ളത്, ഗ്രാം. ടൈം ഏതായിരിക്കും? ടൈം എല്ലാ സിസ്റ്റത്തിലും ഒരേ യൂണിറ്റാണ്, സെക്കൻഡ്. S എന്നുകൊണ്ട് കാണിക്കും. ക്ലിയർ ആയോ? അപ്പോൾ CGS സിസ്റ്റത്തിൽ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് മാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാം എന്നാണ് പറയേണ്ടത്. CGS സിസ്റ്റത്തിൽ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ലെങ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻറ്റിമീറ്റർ എന്ന് തന്നെ പറയണം. ഓക്കെ, എക്സാമിന് പ്രത്യേകിച്ചും ആ രീതിയിൽ തന്നെ പറഞ്ഞാലേ മാർക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ക്ലിയർ? ഓക്കെ, ഇനി രണ്ടാമത്തെ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യത്തെ CGS എന്ന് പറഞ്ഞു, രണ്ടാമത്തേത് FPS സിസ്റ്റം.
FPS സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഓക്കെ, ഇതൊരു ബ്രിട്ടീഷ് സിസ്റ്റമാണ്. ഇതിലും നമുക്ക് 3 ബേസിക് ക്വാണ്ടിറ്റികളാണുള്ളത്. ആ 3 ബേസിക് ക്വാണ്ടിറ്റികളുടെ യൂണിറ്റിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, എഗെയിൻ ലെങ്ത്, മാസ്, ടൈം. ഓക്കെ, ലെങ്ത്തിന് എഫിൽ തുടങ്ങുന്ന യൂണിറ്റ് ഏതായിരിക്കും? എഫിൽ ഇപ്പോൾ ഏതാണ് അല്ലേ? ഫൂട്ട്സ്. കേട്ടിട്ടുണ്ടോ? ഫൂട്ട്സ്. ദെൻ മാസിന് പിയിൽ തുടങ്ങുന്ന യൂണിറ്റ് ദാറ്റ് ഈസ് പൗണ്ട്സ്. ഓക്കെ, ദെൻ ടൈമിന് അഗെയിൻ സെക്കൻഡ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ വാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് മാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗണ്ട് എന്നാണ് പറയുക. ഓക്കെ, അത് നമ്മുടെ നാട്ടിലൊന്നും ഈ യൂണിറ്റ് ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ലോകം മൊത്തം അംഗീകരിച്ച ഒരു യൂണിറ്റിലേക്ക് നമ്മൾ വന്നത്. ഓക്കെ, അതിലേക്ക് വരുന്നുണ്ട് നമ്മൾ. ഇനി മൂന്നാമത്തെ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്, തേർഡ് വൺ വരുന്നത് MKS സിസ്റ്റം. ഇറ്റ് ഈസ് അഗെയിൻ എ ഫ്രഞ്ച് സിസ്റ്റം. ഇവിടെയും 3 ബേസിക് ക്വാണ്ടിറ്റികളും അതിൻ്റെ യൂണിറ്റുമാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഒന്നാമത്തെ ക്വാണ്ടിറ്റി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെങ്ത്, സെക്കൻഡ് വൺ മാസ്, തേർഡ് വൺ ടൈം. അപ്പോൾ ഇതിൽ ഓരോന്നും ഏതൊക്കെയായിരിക്കും അതിൻ്റെ യൂണിറ്റ്സ്? ഞാൻ പറഞ്ഞു, ഈ പേരെപ്പോഴും യൂണിറ്റുകളുടെ ഫസ്റ്റ് ലെറ്റേഴ്സിനെയാണ് കാണിക്കുന്നത്. അപ്പം ലെങ്ത്തിന് എമ്മിൽ തുടങ്ങുന്ന യൂണിറ്റ് ഏതായിരിക്കും? മീറ്റർ അല്ലേ? എം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. മാസ് കെ തുടങ്ങുന്നത് കിലോഗ്രാം. kg അല്ലേ? കിലോഗ്രാം. ദെൻ ടൈം again seconds. But these are the 3 system of units. നമ്മളിപ്പോൾ 3 സിസ്റ്റം പറഞ്ഞു അല്ലേ? ഏതൊക്കെയായിരുന്നു? CGS, FPS, MKS. ഇവിടെ നോക്കുമ്പോൾ ഓരോ സിസ്റ്റത്തിലും ഓരോ രീതിയിലാണ് ലെങ്ത്തും മാസ് ടൈമെല്ലാം. ടൈം ഒരേപോലെയാണ്, ലെങ്ത്തും മാസും മെഷർ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇൻ്റർനാഷണലായിട്ട് അന്തർദേശീയമായി അംഗീകരിച്ച ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആ സിസ്റ്റമാണ് എന്താണ് അതിന് പറയുക? സിസ്റ്റം ഓഫ് ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് അല്ലേ? ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് SI കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ, ലാസ്റ്റ് വൺ, ഇറ്റ് ഈസ് an internationally accepted system of unit and is called as SI system of unit. Okay, internationally accepted system of unit ആണ് SI system എന്ന് പറയുന്നത്. ഈ ഒരു സിസ്റ്റത്തിൽ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളും 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റികളും ഉപ ക്വാണ്ടിറ്റികളും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റികളുടെ യൂണിറ്റ്സ് നമുക്ക് കാണാതെ അറിയണം. ഓക്കെ, ബാക്കി എല്ലാ ക്വാണ്ടിറ്റികൾക്കും ഈ യൂണിറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യൂണിറ്റ് പറയുന്നത് അല്ലേ? ബാക്കി എല്ലാ ക്വാണ്ടിറ്റിയും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റുകൾ പറയുന്നത് ഈ ഫണ്ടമെൻ്റൽ യൂണിറ്റുകൾ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റ്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ there are 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഉണ്ട്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. there are 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോന്നായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, നേരത്തെ എഴുതിയിരുന്ന പോലെ തന്നെ ലെങ്ത്, 2 മാസ്, തേർഡ് വൺ ടൈം, ഫോർത്ത് വൺ ടെമ്പറേച്ചർ, fifth one electric current, sixth one luminous intensity,
intensity, and seventh one, amount of substance. Amount of substance. Okay. അപ്പോൾ ഇത്രയും 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾക്ക് ഓരോ യൂണിറ്റുകളുണ്ട്. അത് നമുക്ക് അറിഞ്ഞിരിക്കണം, കാണാതെ പഠിച്ചു വയ്ക്കുക. ലെങ്ത് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? മീറ്റർ. ദെൻ മാസ്. SI സിസ്റ്റം എന്ന് പറയുന്നത് കിലോഗ്രാം ആണ് കേട്ടോ. കിലോഗ്രാം, kg എന്ന് നമ്മൾ എഴുതും. ടൈം എല്ലാ സിസ്റ്റത്തിലും സെക്കൻഡ് എന്ന് തന്നെയാണ് പറയുന്നത്. സെക്കൻഡ്. ടെമ്പറേച്ചറിൻ്റെ SI സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ് കേട്ടോ. കെൽവിൻ കെ എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡിഗ്രി സെൽഷ്യസ് അല്ല, കെൽവിനാണ് ടെമ്പറേച്ചറിൻ്റെ SI സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഓക്കെ, ഇലക്ട്രിക് കറൻറ്റ് ഇറ്റ് ഈസ് ആംപിയർ അല്ലേ? ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ആംപിയർ. ക്യാപിറ്റൽ A എന്നാണ് കാണിക്കുക, ആംപിയർ. ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് പ്രകാശ തീവ്രതയാണ് കേട്ടോ. അത് നമ്മൾ കാൻഡല എന്ന് പറയുന്ന യൂണിറ്റിലാണ് അറിയുന്നത്. നമ്മൾ യൂണിറ്റ് സിമ്പിൾ എഴുതുമ്പോൾ CD എന്നാണ് എഴുതി വയ്ക്കുക, കാൻഡല. ആൻഡ് ദ ലാസ്റ്റ് വൺ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്നത് തന്നെയാണ് മോൾ. യൂണിറ്റ് സ്മോൾ, സിമ്പിൾ എഴുതുമ്പോൾ MOL എന്ന് മാത്രമാണ് എഴുതുക. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ശരിക്ക് പഠിച്ചു വയ്ക്കുക കേട്ടോ. ദെയർ ആർ 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഏതൊക്കെയാണ്? ലെങ്ത്തിൻ്റെ മീറ്റർ, മാസ് കിലോഗ്രാം, ടൈം സെക്കൻഡ്, ടെമ്പറേച്ചർ കെൽവിൻ, ഇലക്ട്രിക് കറൻറ്റ് ആംപിയർ, ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡല, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ. ക്ലിയർ? ഇനി ഇതിൽ നമുക്ക് 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റികളും കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് പറഞ്ഞു. പക്ഷെ ആദ്യം പറഞ്ഞിരുന്നു ഇതിൽ 2 സപ്ലിമെൻ്ററി യൂണിറ്റുകൾ വരുന്നുണ്ട്, ഉപ യൂണിറ്റുകൾ വരുന്നുണ്ട്. ആ 2 സപ്ലിമെൻ്ററി യൂണിറ്റുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പ്ലെയിൻ ആംഗിൾ എന്ന് വെച്ചാൽ നമ്മൾ സാധാ പറയുന്ന ആംഗിൾ തന്നെയാണ് പ്ലെയിൻ ആംഗിൾ. രണ്ടാമത്തത് സോളിഡ് ആംഗിൾ. അപ്പോൾ പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ് നമ്മൾ പറയുന്നത് റേഡിയൻ എന്നാണ് പറയുക കേട്ടോ. റേഡിയൻ, SI സിസ്റ്റം ഓഫ് യൂണിറ്റ് ഫോർ എ പ്ലെയിൻ ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ റേഡിയൻ. അത് RAD എന്നാണ് നമ്മൾ കാണിക്കുക, റേഡിയൻ. അപ്പോൾ ഈ സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് വരുന്നത് സ്റ്റെറേഡിയൻ എന്നാണ് പറയുക. സ്റ്റെറേഡിയൻ നമ്മൾ SR എന്നാണ് കാണിക്കുക, സ്റ്റെറേഡിയൻ. ക്ലിയർ ആയോ? അപ്പോൾ 2 സപ്ലിമെൻ്ററി യൂണിറ്റുകൾ ഏതൊക്കെയാണ്? പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ. പ്ലെയിൻ ആംഗിൾ യൂണിറ്റ് ഏതാണ്? റേഡിയൻ. സോളിഡ് ആംഗിൾ സ്റ്റെറേഡിയൻ. ക്ലിയർ? ഇത്രയാണ് നമ്മുടെ സിസ്റ്റം ഓഫ് യൂണിറ്റ് വരുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ പറയാം. ഇതുവരെയുള്ള കാര്യങ്ങൾ നോട്ട്സ് ഓരോ ടൈമിൽ എഴുതിയെടുക്കുക കേട്ടോ. നോട്ട്സ് എഴുതിയെടുക്കുക, നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. താങ്ക് യു.